വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാണ് രാജേട്ടൻ്റെ പ്രസംഗമൊക്കെ കേട്ടുന്ന ഒരു ബോറടി ഇല്ലാതെ പരിപാടി വീണ്ടും മുന്നോട്ട്. കുട്ടികളുടെ മുട്ടായി വിതരണ പരിപാടി. ഇത് ഗെയിമാട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഗിഫ്റ്റ് കൊടുക്കലും പരിപാടിയൊക്കെ ആയിട്ട് വീണ്ടും ഒരു ബോറടി ഇല്ലാതെ പരിപാടി മുന്നോട്ട് പോയി. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത പരിപാടി കസാരക്കളി. ഇതിന് ശരിക്കും എന്താ പറയുക ആക്ച്വലി എനിക്കറിയില്ല. കസാലക്കളി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പോയിരിക്കുക, അതിൽ ആരാണോ ഇരിക്കാതെ നിൽക്കണേ ഓല ഔട്ടാവും. അപ്പോൾ ഒരു കസാല മാറ്റി വെക്കും. അങ്ങനെ പിന്നെ നമ്മളൊന്നും നോക്കില്ല, നേരെ പുറത്തോട്ട് ഇറങ്ങി നേരെ റൂമിൽ പോയടിച്ച് അങ്ങനെ റൂമിലേക്ക് വിട്ട്. അപ്പോൾ പറഞ്ഞ വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. അവിടുന്ന് കിട്ടിയ ഗിഫ്റ്റ് തുറന്ന് നോക്കിയപ്പോൾ അതാ കാണണേ എൻ്റെ ഫോട്ടോ. ഒരു രക്ഷയില്ല. അപ്പം നേരെ പോയി നേരെ കടന്ന് ഒന്നും നോക്കില്ല. ഉറക്കം വരുമില്ലേ നോക്കാം. അങ്ങനെ ഉറക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും നോക്കില്ല. അനിയത്തിനെ വിളിച്ച് നേരെ ഷട്ടിൽ കോർട്ടിലോട്ട് വിട്ട്. അങ്ങനെ അവിടെ പോയി ഒരു ഷട്ടിലൊക്കെ എടുത്ത് 2 ഗെയിമൊക്കെ കളിച്ച് ഫുൾ സെറ്റായി. അങ്ങനെ റിസോർട്ടിൽ ഗെയിമിങ്ങിന് സെറ്റപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി നോക്കിയതാട്ടോ. അവിടെ പോയി നോക്കിയപ്പോൾ കാണുന്ന സെറ്റപ്പാണിത്. അത്യാവശ്യം എല്ലാ ഗെയിംസും ഇതിൽ ആഡ് ചെയ്തിന് കേട്ടോ. ഞാൻ ഇതുവരെ കളിക്കാത്ത ഗെയിംസൊക്കെ ഉണ്ടായി, നമ്മളെല്ലാം കളിച്ചിട്ടില്ലല്ലോ. അങ്ങനെ അവിടുന്ന് ഗെയിമിംഗ് റൂമിൽ നിന്നൊക്കെ വന്ന് പോയി നോക്കിയപ്പോൾ അതാ ക്യാമ്പ് ഫയർ തുടങ്ങി. അങ്ങനെ ക്യാമ്പ് ഫയർ കുറച്ച് നേരം അവിടെ നിന്ന് 2 സ്റ്റെപ്പൊക്കെ ഇട്ട് രാജേട്ടൻ പിന്നെയാണ് ബോധം വന്നത്. ഫുഡ് ഉണ്ടല്ലോ, പിന്നെ ഒന്നും നോക്കില്ല, ഫുഡ് അടിക്കാൻ വിട്ട്.